കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകാത്തതിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ പൊതുവേദിയിൽ ശാസിച്ച് കൃഷിമന്ത്രി പി പ്രസാദ്. പ്രശ്നങ്ങൾ പരിഹരിക്കാനായില്ല എന്ന് പറയാനല്ല ശമ്പളം കൃത്യമായി നൽകുന്നതെന്നും PSC എഴുതി ജോലി കിട്ടി എന്ന ഭാവം വേണ്ട എന്നുമായിരുന്നു മന്ത്രി പി പ്രസാദിന്റെ വാക്കുകൾ. അങ്ങേയറ്റത്തെ നിരുത്തരവാദപരമായ സമീപനം കൊണ്ട് ഈ ആളുകൾക്ക് അവർക്ക് അർഹമായ സാമ്പത്തിക ആനുകൂല്യം ലഭ്യമാവാത്തൊരവസ്ഥയുണ്ട്. ഇവരെല്ലാം ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ചേരുന്ന ഖജനാവിൽ നിന്ന് കൃത്യമായ എന്നവണ്ണം ശമ്പളം കൈപ്പറ്റിയിരിക്കുന്നത് ഒത്തില്ല എന്ന് വന്ന് പറയാനല്ല. അവരെന്തോ ഏറ്റവും വലിയ ഉന്നതന്മാരും അവരേതാണ്ട് ചക്രവർത്തിമാരെ പോലെയും കണക്ക് കൂട്ടുന്ന ആൾക്കാരെല്ലാം ഉണ്ട്. ഉദ്യോഗത്തിന്റെ രംഗത്തേക്ക് കയറി കഴിയുമ്പോഴേക്കും ഞങ്ങളെല്ലാം ആയി കഴിഞ്ഞിരിക്കുന്നു, കൃത്യമായ എന്നോണം ഞങ്ങൾക്കെല്ലാം ശമ്പളം കിട്ടും എന്നുള്ളൊരു ചിന്തയാണ്. കൊന്നു തിന്നാൻ അനുവദിച്ചാൽ കാട്ടുപന്നി ശല്യത്തിന് വേഗത്തിൽ പരിഹാരമാകുമെന്ന് മന്ത്രി പി പ്രസാദ്. പന്നി വംശനാശം നേരിടുന്ന വിഭാഗമല്ലെന്നും മന്ത്രി. വന്യമൃഗങ്ങളിൽ നിന്ന് കൃഷിയിടങ്ങൾ സംരക്ഷിക്കാനായി ആലപ്പുഴ പാലുമേൽ പഞ്ചായത്ത് നടപ്പാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടന വേദിയിലായിരുന്നു മന്ത്രിയുടെ പരാമർശം. വന്യമൃഗങ്ങളുടെ ഈ ശല്യം, പ്രത്യേകിച്ച് കാട്ടുപന്നിയുടെ ശല്യം വീണ്ടും പലയിടങ്ങളിലും ആളുകളെ ആക്രമിക്കുന്നതിലേക്ക് എത്തി. ഞാനൊക്കെ വ്യക്തിപരമായുള്ള എൻ്റെ അഭിപ്രായം ഈ കൊല്ലുന്ന പന്നിയെ തിന്നാൻ കഴിയണം എന്നുള്ളത്. പക്ഷേ എന്നാൽ കേന്ദ്ര നിയമത്തിൻ്റെയും മറ്റും അടിസ്ഥാനത്തിൽ അത് കഴിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പന്നിയെ കൊന്ന് തിന്നാൻ ജനങ്ങൾക്ക് അനുവാദം ഉണ്ടെങ്കിൽ ഈ പറയുന്ന പ്രശ്നത്തിന് കുറച്ചുകൂടി വേഗത്തിൽ പരിഹാരമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ പക്ഷേ ഇരിക്കുന്ന നിയമം അനുസരിച്ച് വലിയ പ്രശ്നമല്ല. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിയുടെ ഗണത്തിൽ പെടുന്നതല്ല എന്നുള്ളതുകൊണ്ട് അതിലേക്ക് നോക്കേണ്ടതിനാണ്. അശ്വിൻ പാലാഴിയാണ് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. അശ്വിൻ, എന്തൊക്കെ പ്രതികരണങ്ങൾ മന്ത്രിയുടെ ഭാഗത്തുനിന്ന്? ഈ ആലപ്പുഴയുടെ നൂറനാട്, ചാരുമൂട്, പാലമേൽ പ്രദേശങ്ങളൊക്കെ കാട്ടുപന്നിയുടെ ശല്യം വളരെയേറെ ഉള്ള ഒരു പ്രദേശമാണ്. വർഷങ്ങളായി കർഷകരോട് ഇതിൻ്റെ ദുരിതം അനുഭവിക്കുന്നതുമാണ്. അങ്ങനെയാണ് 2020 കൃഷിയിടത്തിൽ കയറിയ പന്നിക്കൂട്ടം രണ്ട് കർഷകരെ ആക്രമിച്ചത്. അവർക്ക് ഗുരുതരമായി തന്നെ പരിക്കേൽക്കുകയും ചെയ്തു. അതിൻ്റെ ചികിത്സയും മറ്റുമായി ഒരുപാട് തുക അവർക്ക് ചിലവാകുകയും ചെയ്തു. അതിൽ സർക്കാർ ഒരു നഷ്ടപരിഹാരം നൽകേണ്ടതുണ്ട്. ആ നഷ്ടപരിഹാരത്തിനായി കഴിഞ്ഞ 5 വർഷമായി 2 കർഷകർ സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ്. ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇന്നലെ ആലപ്പുഴ കളക്ട്രേറ്റിൽ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേർന്നൊരു യോഗത്തിൽ ഈ സംഭവം പരാതിയായി പി പ്രസാദിന്റെ അരികിലേക്ക് എത്തി. അപ്പോഴാണ് ഈ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരെ കണക്കറ്റ് വിമർശിച്ചും പരസ്യമായി ശാസിച്ചും മന്ത്രി കടുത്ത ഭാഷയിൽ അവരെ താക്കീത് ചെയ്തത്. ഈ ജനങ്ങളുടെ നികുതി പണം ശമ്പളമായി വാങ്ങുന്നവർ അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളതായിരുന്നു മന്ത്രി പറഞ്ഞ കാര്യം. PSC എഴുതി ജോലി കിട്ടി എന്നുള്ള കാര്യം കൊണ്ട് അതിൻ്റെ ഹുങ്ക് കാണിക്കേണ്ടതില്ല എന്നടക്കമുള്ള ഗുരുതരമായ വലിയ വിമർശനങ്ങൾ തന്നെയാണ് ഉദ്യോഗസ്ഥർക്ക് നേരിടേണ്ടി വന്നത്. അത് പരസ്യമായി ഇന്നലെ പാലമേലിൽ നടന്ന ഒരു പൊതുയോഗത്തിലാണ് ഈ ഉദ്യോഗസ്ഥരെ കൂടി ഇരുത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഗുരുതരമായ വിമർശനങ്ങൾ അവർക്കെതിരെ നടത്തിയിട്ടുള്ളത്. ഒപ്പം ഈ പണം കിട്ടാനുള്ള ഒരു രേഖയുണ്ട്. ആ രേഖയിൽ ഇവരെ ചികിത്സിച്ച ഡോക്ടർ പോലും ഒപ്പിട്ടിരുന്നില്ല. ഡോക്ടറെയും വിമർശിച്ചിട്ടുണ്ട്. ഈ നഷ്ടപരിഹാരം വൈകാൻ കാരണക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് വനം മന്ത്രിയോട് ശുപാർശ കൂടി ചെയ്തിട്ടുണ്ട് മന്ത്രി. എന്തായാലും അതുകൂടി ഈ പന്നിശല്യവുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിമർശനം കൂടി അദ്ദേഹം ആ യോഗത്തിൽ പറഞ്ഞു. അതായത് പന്നിശല്യം കുറയ്ക്കാൻ പന്നികളെ കൊല്ലുകയാണ് വേണ്ടത്. ആ കൊന്ന പന്നികളെ തിന്നാനുള്ള അനുമതി കൂടി ഉണ്ടെങ്കിൽ എത്രയും വേഗം ഈ പ്രശ്നം പരിഹരിക്കാനാകും. അത് കേന്ദ്ര നിയമം അനുവദിക്കുന്നില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ പ്രസംഗത്തിൽ വലിയ വിമർശനങ്ങളും മറ്റുമാണ് ഇന്നലെ ഉണ്ടായത്. ശരി, അശ്വിൻ പാലാഴിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.